ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായാലും ശ്യാമും ദേവികയും തമ്മില് ഒരുമിച്ചുള്ളൊരു ജീവിതത്തിന്റെ മനക്കൂട്ടുകൾ കെട്ടാൻ തുടങ്ങി. നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു മരുമോളും വന്നു കയറാൻ പോവാ. എല്ലാം ദേവിയുടെ അനുഗ്രഹ. വന്നിക്കട്ട, പക്ഷെ എന്നെ നിന്നിച്ചാലുണ്ടല്ലോ അപ്പ കിട്ടും മുഖം അടച്ചുള്ള പെരുക്ക്. ഇപ്പൊ എല്ലാവർക്കും കിട്ടിയില്ലേടി? എങ്ങോട്ടാ ഈ ചാടത്തുള്ളി പോന്നേ? എനിക്ക് പറയാനുള്ളതെല്ലാം കേട്ടിട്ട് പോയാ മതി. വർഷയുടെ ഗർഭം കലങ്ങിയപ്പോ ആദ്യം വിളിച്ചു പറയേണ്ടത് മൂത്ത ചേച്ചിയായ എന്നോടല്ലായിരുന്നോ? എന്നിട്ട് അറിയിച്ചോ? വേണ്ട, അത് പോട്ടെ. കുടുംബാംഗങ്ങൾ എല്ലാരും കൂടി വിനോദയാത്രയ്ക്ക് പോയപ്പോ മുന്നിൽ നിർത്തേണ്ടത് മൂത്ത ചേച്ചിയെ എന്നെ അല്ലായിരുന്നോ? അതും ചെയ്തില്ല. രാഷ്ട്രീയ കില്ലാടിയായ ജഗനും കോടീശ്വര പ്രഭുവായ വിക്രമും കൂടെ ഉണ്ടായിരുന്നല്ലോ. തടിമുടിക്കുള്ള പ്രകാശം മനോജും ഉണ്ടായിരുന്നു. അവർക്കാർക്കും അവളെ രക്ഷിക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ആ സ്ഥാനത്ത് ഞാനുണ്ടായിരുന്നെങ്കിൽ വർഷയ്ക്ക് ഇത് സംഭവിക്കില്ലായിരുന്നീ. ചേച്ചി എന്ത് ചെയ്യായിരുന്നു? തള്ളക്കോഴി കുഞ്ഞിക്കോഴിയെ കൊണ്ട് നടക്കുന്ന പോലെ ഞാൻ എന്റെ അനിയത്തിയെ കൊണ്ട് നടന്നേനെ. അതാ വസന്തയുടെ ഉത്തരവാദിത്വം. അത് ചെയ്യാതെ എല്ലാവരും കൂടെ മതി മറന്ന് തുള്ളി ചാടിയിട്ടാ എന്റെ അനിയത്തിയെ കാലം കൊണ്ടുപോയത്. അയ്യോ എന്റെ ഈശ്വര, ഒരു മൂത്ത പെങ്ങളായി ഞാനിത് എങ്ങനെ സഹിക്കുകയോ? ഇതിനെല്ലാം കഥ ഈ രാക്ഷസിയാ. ഇതെവിടെ പോയി? ഇത്ര പെട്ടെന്ന് ആനു പോയോ? പോയോ? പോട്ടെ പോട്ടെ. ഈ ഒളിച്ചുകളി ഇനി നടക്കാൻ പോണില്ല. പറയേണ്ടതൊക്കെ വസന്ത പറഞ്ഞിരിക്കും. കിട്ടേണ്ട അവകാശങ്ങൾ പിടിച്ചു വാങ്ങുകയും ചെയ്യും. വസന്തയോടാ എല്ലാവരുടെയും കളി. ഹലോ ദേവിക. ഈ നേരത്തുള്ള വിളി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലേ? ഏയ്, വെറുതെ വിളിച്ചെന്നേ ഉള്ളൂ. ബുദ്ധിമുട്ടായോ? ഏയ് ഇല്ല, ഞാൻ ദേവിക ഒന്ന് അങ്ങോട്ട് വിളിച്ചാലെന്ന് ആലോചിച്ചിരിക്കായിരുന്നു. ഓ, ടെലിപ്പതി. പിന്നെന്താ വിളിക്കാഞ്ഞ്? ഏതെങ്കിലും പുസ്തകത്തിലെ കഥാപാത്രത്തിൽ രസിച്ചിരിക്കുകയാണെങ്കിൽ ആ രസം ഞാനായിട്ട് മുറിക്കണ്ടെന്ന് കരുതി. അതെ അതെ. ഏയ് ഇല്ല ഇല്ല. ഞാൻ പറഞ്ഞത് ശരിയോ? ഒരു കഥാപാത്രത്തെ കുറിച്ച് ഓർത്ത് രസിച്ചിരിക്കുവായിരുന്നു ഞാൻ. ഒരു ഗന്ധർവൻ. ഗന്ധർവനോ? ആളെങ്ങനെ? സ്മാർട്ടാണോ? സൂപ്പർ സ്മാർട്ട്.
ഫോണിലാന്ന്. ഫോണിലാ? ആ. അല്ല, ആളിപ്പോ പുസ്തകത്തിനുള്ളിലോ അതോ തൊട്ടരികിലോ? ഒരു ശ്വാസ ദൂരത്തിലുണ്ട് ആ ശബ്ദം. എന്നിട്ട് ആളെന്ത് പറയുന്നു? ഗന്ധർവനല്ലേ, തുറന്നടിച്ച് പറയില്ല, പറയാതെ പറയും. എന്ത്? ആൾക്ക് എന്നോട് പ്രണയമാണെന്ന്. ദേവികയും ഗന്ധർവനും കൊള്ളാം. കൊള്ളാമോ? കൊള്ളാം. പക്ഷെ ആള് കൊട്ടേഷൻ വാങ്ങിച്ച കൂട്ടുമല്ലോ. അതുപോട്ടെ, മുറിവുണക്കുന്ന കാര്യത്തില് ഡോക്ടർ പരാജയപ്പെടുത്തി ദേവിക സ്കോർ ചെയ്തല്ലോ. കൈപുണ്യമുള്ള കുട്ടിയാണെന്നാ മുത്തശ്ശി പറഞ്ഞത്. ഈ കൈപുണ്യം പാചകത്തിന്റെ കാര്യത്തിലുണ്ടോ? ഞാൻ നല്ല പാചകക്കാരിയാണെന്നാ അച്ഛൻ പറയുന്നേ. എന്ത് ശ്യാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം ഉണ്ടാക്കാനൊക്കെ എനിക്കറിയാം. പക്ഷേ ശ്യാമിന്റെ അമ്മ ഉണ്ടാക്കുന്ന ക്വാളിറ്റി ഉണ്ടാവുന്ന എന്റെ പേടി. പേടിക്കണ്ട, കോവിലകൻ തമ്പുരാട്ടിമാരുടെ തണ്ടും തലക്കനൊന്നും ഉള്ളവളല്ല എന്റെ അമ്മ. പഞ്ചപാവ. പാചക കാര്യത്തില് ദേവിക അമ്മയ്ക്ക് ശിക്ഷപ്പെട്ടാ മതി. എന്താ? ശരി. അമ്മായി അമ്മയ്ക്ക് വെറ്റിലയും അടക്കയും ദക്ഷിണ വെച്ചിട്ടേ ഞാൻ അടുക്കളയിലേക്ക് കേറുന്നുള്ളൂ. ഓ. അച്ഛന്റെ ഓർഡർ പ്രകാരം ലൈറ്റ് അണയ്ക്കാനുള്ള സമയമായി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ പറയാ? അതെ, ഭാര്യയുടെ പാചകത്തിന്റെ മഹത്വം സ്വന്തം മോന്റെ നാവിന്ന് കേട്ടപ്പോഴെങ്കിലും ബോധ്യപ്പെട്ട് കാണുമല്ലോ അല്ലേ? മൊശടനും പിടിവാശിക്കാരനുമായ നിന്റെ ഭർത്താവ് പാവപ്പെട്ടവരുടെ കാണപ്പെട്ട ദൈവമാണെന്ന് നിന്റെ മോന്റെ നാവ് കൊണ്ട് അധികം വൈകാതെ കേൾക്കാം. എന്തായാലും ശ്യാമും ദേവിയും തമ്മില് ഒരുമിച്ചുള്ളൊരു ജീവിതത്തിന്റെ മനക്കൂട്ടുകൾ കെട്ടാൻ തുടങ്ങി. നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു മരുമോളും വന്നു കയറാൻ പോവാ. എല്ലാം ദേവിയുടെ അനുഗ്രഹ. മാനത്തെ കൊട്ടാ